അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലൻ നബിയ്യിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അഹ്ലിസ് സുദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. ജമാഅത്ത് കൗൺസിൽ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറും പ്രസിഡൻറ്റുമായ ഡോക്ടർ എ അഷ്റഫ് സാർ ബാലരാമപുരം അവർകൾ ജമാഅത്ത് കൗൺസിലിൻ്റെയും ആലിം കൗൺസിലിൻ്റെയും ദേശീയ സംസ്ഥാന ജില്ലാതല നേതാക്കളെ, ഭാരവാഹികളെ, പ്രവർത്തകരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സുദൃഢവും സുഭദ്രവും സമ്പൂർണവുമാക്കി നിലനിർത്തി തരട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച സകല പാപങ്ങളും അല്ലാഹു അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് പുറത്തു തരുമാറാവട്ടെ. ശിഷ്ടജീവിതം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും ത്വാഅത്തിലും മഹബത്തിലുമായി ജീവിക്കുവാൻ നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നാമുമായി ബന്ധമുള്ള ഓരോ സത്യവിശ്വാസികൾക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ജമാഅത്ത് കൗൺസിൽ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആലിം കൗൺസിൽ അതിൻ്റെ ഓൺലൈനായുള്ള ദീനീ വിജ്ഞാന ക്ലാസ് 2000 എപ്പിസോഡ് പൂർത്തിയാകുന്ന നിറസന്തോഷത്തിലാണ്. ബഹുമാനികളെ, ഈ ദീനീ വിജ്ഞാന ക്ലാസ്സിലൂടെ നാം കേട്ട ഓരോ അറിവിൻ്റെ മുത്തുകളും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. നാം ഒന്ന് ആലോചിക്കുക, ഇന്ന് നമുക്ക് എന്തിനാണ് സമയമുള്ളത്? നാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും വ്യയം ചെയ്യുന്നത്? നമ്മുടെ കടമകളും കടപ്പാടുകളും ബാധ്യതകളും അഥവാ പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട ബാധ്യതകളും പടപ്പുകളുമായി സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ബാധ്യതകളും കുറ്റമറ്റ നിലയിൽ കൃത്യമായി തന്നെ നിർവഹിക്കുവാൻ നമ്മിൽ എത്ര പേർക്കാണ് സമയവും സാഹചര്യവും ലഭിക്കുന്നത്? നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ കടമ നിറവേറ്റാൻ വേണ്ടി എത്രത്തോളമാണ് നാം വിനിയോഗിക്കുന്നത് എന്ന് നാം ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നാം പറഞ്ഞാൽ ഇന്ന് നമുക്ക് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച പടച്ചവനുമായി ബന്ധപ്പെട്ട ബാധ്യതകളും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ബാധ്യതകളും പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കുവാനും പുലർത്തുവാനും നമുക്ക് സമയവുമില്ല, നമുക്ക് ആവതുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. നാം ഇതിൽ ചതിപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ സാർത്ഥകമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. അള്ളാഹു അവൻ്റെ അടിയങ്ങൾക്ക് ഔദാര്യമായി നൽകുന്ന മഹത്തായ 2 അനുഗ്രഹങ്ങൾ. പക്ഷേ ആ 2 അനുഗ്രഹങ്ങളിൽ അധിക മനുഷ്യന്മാരും വഞ്ചിതരാണ്. ഏതാണ് ആ മഹത്തായ 2 അനുഗ്രഹങ്ങൾ? നമുക്ക് ബോധ്യപ്പെടും പ്രിയമുള്ളവരെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആ 2 അനുഗ്രഹങ്ങൾ അസ്ഫിഹത്തു വൽ ഫറാഹു ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ആരോഗ്യവും ഒഴിവു സമയവും. ആരോഗ്യമെന്ന മഹത്തായ അനുഗ്രഹവും ഒഴിവു സമയമെന്ന മഹത്തായ അനുഗ്രഹവും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്, ഉറപ്പാണ്. നമ്മിൽ ഒരാൾക്കും അത് നിഷേധിക്കുവാൻ സാധ്യമല്ല. പൊതുവെ മനുഷ്യന്മാർക്ക് അല്ലാഹു തആല ആരോഗ്യവും ഒഴിവു സമയവും നൽകിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ അവൻ്റെ ആരോഗ്യകാലത്ത് അവൻ നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളുമെല്ലാം വിസ്മരിച്ചുകൊണ്ട് തിന്മയിലേക്കും അനാവശ്യ പ്രവർത്തനങ്ങളിലേക്കും അനാവശ്യ വാക്കുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ ആരോഗ്യവും ഒഴിവു സമയവും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, നന്മകൾ പ്രവർത്തിക്കുവാൻ, നന്മ പറയുവാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാൻ, അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുവാൻ നമുക്കാർക്കും സമയം ഇല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ തിരുവചനം അക്ഷരം പ്രതി പുലർന്നിരിക്കുകയാണ്. അധിക മനുഷ്യന്മാരും വഞ്ചിതരാണ് ഈ 2 അനുഗ്രഹങ്ങളിൽ. പലരും പറയും, എനിക്ക് സമയം കിട്ടിയില്ല, എനിക്കിപ്പോൾ അതിന് ആരോഗ്യപരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. യാഥാർത്ഥ്യമല്ലേ? നാം ഉണരണം.
നാം ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ അതിമഹത്തായ അനുഗ്രഹമാകുന്ന ആരോഗ്യവും ഒഴിവു സമയവും പടച്ച റബ്ബിൻ്റെ തൃപ്തിയിലായി പടച്ചവനോടും പടപ്പുകളോടുമുള്ള കടമകളും കടപ്പാടുകളും പൂർണ്ണമായി കൃത്യമായി തന്നെ കുറ്റമറ്റ നിലയിൽ നിറവേറ്റുവാൻ, നീതി പുലർത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് എൻ്റെ സ്വന്തം നഫ്സിനോടും ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തിക്കൊണ്ട് തൽക്കാലം എൻ്റെ സംസാരം ഞാൻ വിരാമം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേൾക്കുന്ന ഇൽമുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഈ ലോകത്തു നിന്ന് നാം വിട പറയുന്ന സമയത്ത് അവസാനത്തെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുവാൻ നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവുമെല്ലാം പൂർണ്ണമായി അള്ളാഹുവിൻ്റെ തൃപ്തിയിലും ത്വാഅത്തിലും മഹബത്തിലുമായി ചിലവഴിക്കുവാൻ, വിനിയോഗിക്കുവാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.